അപകടക്കെണിയായി ചാണിച്ചൽക്കടവ് പാലം. നെടുമങ്ങാട് അരുവിക്കര ജീവരാജ ചാണിച്ചൽക്കടവ് പാലത്തിലെ അപകടാവസ്ഥയും മാലിന്യ നിക്ഷേപവും പരിഹരിക്കാൻ ഇരുമ്പ് സുരക്ഷാവല സ്ഥാപിക്കുന്നതിൽ ഇറിഗേഷൻ PWD വകുപ്പുകൾ പരസ്പരം പഴിചാരുന്നു. നദീതീര സംരക്ഷണവുമായി ബന്ധപ്പെട്ടതിനാൽ ഇറിഗേഷൻ വകുപ്പാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നാണ് PWD നദികളും പാലങ്ങളും വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വാദം. എന്നാൽ 1965 പട്ടം താണുപിള്ളയുടെ ഭരണകാലത്ത് അരുവിക്കരയിലെത്താൻ നിർമ്മിച്ച പാലമാണിതെന്നും സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ടത് PWD ആണെന്നും ഇറിഗേഷൻ വകുപ്പ് ചീഫ് എഞ്ചിനീയർ തിരിച്ചടിക്കുന്നു. തലസ്ഥാന നഗരവുമായി മലയോര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് ചാണിച്ചൽക്കടവ് പാലം. 6 പതിറ്റാണ്ട് മുമ്പ് പണിത കല്ല് നിർമ്മിത പാലത്തിന്റെ കൈവരി തറനിരപ്പിനൊപ്പം ഉയർന്ന നിലയിലാണ്. ശ്രദ്ധ പിഴച്ചാൽ യാത്രക്കാർ നേരെ ആറ്റിലേക്ക് പതിക്കും. ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാൻ വീതിയുള്ള പാലത്തിൽ എതിരെ വരുന്ന വാഹനങ്ങൾ റോഡിൽ ഒതുക്കിയിടുകയേ വഴിയുള്ളൂ. നെടുമങ്ങാട്, അരുവിക്കര, മൈലം, ചെറിയകൊണ്ണി, ഭഗവതിപുരം, വെള്ളനാട്, ആര്യനാട്, കാച്ചാണി, വട്ടിയൂർക്കാവ്, പേരൂർക്കട, കിഴക്കേക്കോട്ട, തമ്പാനൂർ ഭാഗങ്ങളിലേക്ക് കടന്നുപോകുന്ന KSRTC ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നുണ്ട്. 4 പ്രധാന പാറക്കോറികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാൽ കോറി മെറ്റീരിയൽ നിറച്ച 12 വീൽ ഹെവി ലോറികളും ഇതിലൂടെയാണ് കടന്നുപോകുന്നത്. കുട്ടികളെ അങ്കണവാടി, LP സ്കൂൾ, മൈലം GV രാജ സ്പോർട്സ് സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് എത്തിക്കുന്നവരും കാൽനടയായാണ് പാലം കടക്കുന്നത്. പാലത്തിന്റെ തൊട്ട് താഴെയാണ് താമസിക്കുന്നത്. വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങളുടെ ഈ പരിസരവാസികളും ഞങ്ങളെല്ലാവരും കൂടെ ഈ പാലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പോകുന്നത്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ആളാണ്. പക്ഷേ വന്ന അന്ന് മുതൽ ഈ പാലത്തിന്റെ അവസ്ഥ ഒരേ അവസ്ഥയിലാണ്. അന്ന് മുതൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഒരു 11 മണിയോടുകൂടി ഈ പാലത്തിന്റെ സൈഡിൽ കൂടി നടന്നു പോകുന്നവർക്ക് മനസ്സിലാവും എത്രയോ ആൾക്കാർ ടൺ കണക്കിന് മാലിന്യങ്ങൾ ഈ പാലത്തിന്റെ ഇരുവശവും തോട്ടിലേക്ക് തള്ളും. യാതൊരു മറയോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ സുഗമമായിട്ട് അവർക്ക് വേസ്റ്റ് ഡിസ്പോസലിനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ഈ പാലം ഇരുവശവും മാറിയിരിക്കുകയാണ്. അത് അത്യാവശ്യമായിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തി. ഈ പാലത്തിലാണ് ഞാൻ ഉൾപ്പെടെ കുളിക്കാനും തോട്ടിലേക്ക് ആറ്റിലേക്ക് കുളിക്കാനും തുണി നനയ്ക്കാനും ഇറങ്ങുന്നത്. പക്ഷേ എനിക്കിന്ന് എലിപ്പനി എൻ്റെ കൊച്ചുമോന് എലിപ്പനിയും ഡെങ്കിപ്പനിയും പിടിച്ച ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പരിസരവാസികളെല്ലാം ഈ രോഗങ്ങളുടെ ഭീഷണിയിലാണ്. അപ്പോൾ ഏത് നിമിഷവും ഈ വേസ്റ്റ് മാനേജ്മെന്റ് ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും രോഗബാധിതരായിത്തീരും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ 2 കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ തൽക്കാലം പാലം പുതുക്കി പണിയണമെന്ന് ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ പാലത്തിന്റെ ഇരുവശങ്ങളിൽ കൈവരി 1, 2 ഈ പാലം അല്പം കൂടി ഒരു 3 ഇരട്ടിയെങ്കിലും ഹൈറ്റിൽ ഒരാൾക്ക് സുഗമമായി നടന്നു പോകാൻ പാകത്തിന് സൈഡിലേക്ക് മറിഞ്ഞു പോകാത്ത രീതിയിൽ ഹൈറ്റിൽ ഒരു 2 മേൽ വരിയായിട്ട് വേലിയെ പോലെ ഉണ്ടാക്കിയുള്ള ഒരു പരിപാടി. ഇത് 2 ചെയ്തേ മതിയാവും. ഇല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറാവും. വഴി തടയലുണ്ടാവും. ഇനി ആര് വന്നാലും ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ഒത്താശ പിടിച്ചാലും ഞങ്ങൾ പിന്മാറില്ല. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സാംസ്കാരിക സംഘടനയിലുള്ള ആൾക്കാർ ഇതിലുണ്ട്. അപ്പോൾ ഇനി ആര് വന്നാലും ഞങ്ങൾ ഇതിന് പിന്മാറില്ല. ഇനി ഞങ്ങൾ കുറച്ച് നാളും കൂടെ കാത്തിരിക്കും. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടെ കാത്തിരുന്ന് മേൽ നടപടികൾ ഉണ്ടായാലും തീർച്ചയായും ഞങ്ങൾ ശക്തമായ റോഡ് തടയൽ ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് മേലധികാരികൾ ഓർമ്മപ്പെടുത്തി. എത്രയെങ്കിലും പ്രാവശ്യം ടാർ ചെയ്ത് ഹൈറ്റാക്കി ഇപ്പൊ കൈവരി വന്നിട്ട് ടാറും റോഡും കൈവരിയും തമ്മിൽ ഒരു 2.5 അടി ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ പിള്ളേർക്കും നടന്നു പോകാൻ ഒക്കാത്ത അവസ്ഥയാണ്. ഈ പാലം നിർമ്മിച്ചപ്പോൾ 15 ടണ്ണാണ് ബോർഡ് എഴുതി വെച്ചിട്ടുള്ളത് ആയിരുന്നത്. ഇപ്പൊ എത്രയെങ്കിലും ടൺ കയറുന്നത് എത്ര ഞാൻ പറയുന്നില്ല. ഇപ്പൊ കോറകളുണ്ട്, അതിന്റെ എത്രയും ഇരട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഗണന ഉണ്ടാവണം. അതൊന്ന്. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2-3 വണ്ടി കോൺവായിട്ട് ഒരുമിച്ച് കയറുന്നുണ്ട്. അങ്ങനെ ഒരുമിച്ച് കയറാതിരിക്കാനുള്ള ഒരു ഏർപ്പാടെങ്കിലും ഉണ്ടാക്കണം. ഒരു വണ്ടി വെക്കോട്ടെ, ഇവരിപ്പം 3 വണ്ടി ഒരുമിച്ച് കയറും. നമ്മൾ കാണുകയാണെങ്കിൽ അത് തടയും, എന്നിട്ട് ഓരോ വണ്ടിയായിട്ട് വിടും. അത് 3 വണ്ടി കയറുമ്പോൾ 75 ടണ്ണ് 80 ടണ്ണ് കയറും. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. നെറ്റ് നിർബന്ധമായിട്ട് അടിച്ചിരിക്കണം. അടിച്ചില്ലെങ്കിൽ നമ്മൾ ജനകീയ പ്രക്ഷോഭം ഇവിടെ ഉണ്ടാക്കും എന്നുള്ള ഒരു തർക്കമില്ല. അപ്പൊ പാലം 65 ഏകദേശം 10-60 വർഷത്തിന് 65 വർഷത്തിന് പഴക്കം ഉണ്ട്. 65 വർഷം വരെ പഴക്കമുണ്ട്. അപ്പൊ ടാറിങ് പൊങ്ങുകയും കൈവരി അതേ സെയിമിൽ നിൽക്കുകയും ചെയ്തു. 2 അടി ഹൈറ്റേ ഉള്ളൂ. അപ്പൊ സ്കൂൾ കുട്ടികളൊക്കെ നടന്നു പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ബസ് വന്നു കഴിഞ്ഞാൽ ഇറങ്ങി സൈഡ് ഒഴിഞ്ഞ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിന് പരിഹാരം കണ്ടേ പറ്റുള്ളൂ.
ജനങ്ങളെ കുത്തിനിറച്ച് ബസ്സുകൾ കടന്നു പോകുന്നത് യാത്രക്കാരിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അറവുശാലകളിലെ മാലിന്യ നിക്ഷേപവും ഇവിടെ വ്യാപകമാണ്. നേരത്തെ നെടുമങ്ങാട് വെള്ളനാട് റോഡിലെ കൂവക്കുടി പാലത്തിനും സമാന സ്ഥിതിയുണ്ടായിരുന്നു. അവിടെ സർക്കാർ സഹായത്തോടെ ഇരുമ്പ് സുരക്ഷാവല സ്ഥാപിച്ചതുപോലെ ചാണിച്ചൽ കടവ് പാലത്തിനും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലത്തിന്റെ ഇരുവശത്തും കൈവരിക്ക് മുകളിൽ ഇരുമ്പ് വല സ്ഥാപിക്കണമെന്നും മാലിന്യ നിക്ഷേപം തടയാൻ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. നൂറുകണക്കിന് ആളുകൾ ചേർന്ന് ഒപ്പുശേഖരണം നടത്തി അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമായിട്ടില്ല. ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനകീയ സമരസമിതി രൂപീകരിച്ച് വാഹനങ്ങൾ തടഞ്ഞ് റോഡ് ഉപരോധിക്കുമെന്ന് പൊതുപ്രവർത്തകൻ കൂടിയായ മൈലം സത്യാനന്ദൻ പറഞ്ഞു. ഞാൻ ഇതിനിടയ്ക്ക് ഇതിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാര്യം ഈ റോഡുകളുടെയും പാലങ്ങളുടെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ പല പ്രാവശ്യം ബന്ധപ്പെടുകയും ഇപ്പോൾ ബന്ധപ്പെട്ടപ്പോഴുണ്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇതിന് ചെറിയ മെയിൻ്റനൻസ് ചെയ്യാനുള്ള വകുപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യേണ്ടത് ജലസേചന വകുപ്പാണ്, ഇറിഗേഷൻ്റെ വകുപ്പാണ്, ഇറിഗേഷനാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ പഴി ചാരി അങ്ങനെ അവർ മാറി 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 പഴി ചാരി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു സംരക്ഷണ വലയം കെട്ടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം സർക്കാർ ഏറ്റെടുത്ത് നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടേണ്ടത്. ഇതിനൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ വഴി തടയൽ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തണം എന്നാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ ആവശ്യം. GTV ന്യൂസ് നെടുമങ്ങാട്.